സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ജസ്റ്റിൻ തോമസ്. അപ്പോൾ നമ്മളിന്ന് പഠിക്കുന്ന പ്രോസ് ആൻഡ് കോൺസ് എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പലപ്പോഴും ഇൻ്റർനെറ്റിലൊക്കെ നമ്മൾ ഒരു സാധനം പർച്ചേസ് ചെയ്യാൻ വേണ്ടിയൊക്കെ ആമസോണിലൊക്കെ പോകുമ്പോൾ കാണാറുണ്ട് പ്രോസ് ആൻഡ് കോൺസ് എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ അഭിപ്രായമായിട്ട് എഴുതുന്നത്. അപ്പോൾ എന്താണ് ഈ പ്രോസ് ആൻഡ് കോൺസ് നമുക്ക് നോക്കാം. അപ്പോൾ പ്രോ എറ്റ് കോൺട്ര എന്ന ലാറ്റിൻ വാക്കിൻ്റെ ഇംഗ്ലീഷാണ് യഥാർത്ഥത്തിൽ പ്രോസ് ആൻഡ് കോൺസ് എന്ന് പറയുന്നത്. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഫോർ ആൻഡ് എഗനിസ്റ്റ് എന്ന് പറഞ്ഞാൽ അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടുള്ള അർത്ഥമാണ് ഇതിൻ്റെ അകത്ത് നിന്ന് വരുന്നത്. ഓക്കെ, പ്രോസ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് നല്ലത്, അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് പ്രോസിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്. കോൺസ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് അല്ലെങ്കിൽ അതിൻ്റെ മോശമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഡിസ്അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഈ കോൺസ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ അവിടെ ലെറ്റ്സ് ടോക്ക് അബൌട്ട് ദ പ്രോസ് ആൻഡ് കോൺസ് ഓഫ് ദിസ് ബഡ്ജറ്റ്. ഓക്കെ, ഈ ബഡ്ജറ്റിൻ്റെ നല്ല കാര്യങ്ങളും മോശമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്. നമ്മളിപ്പോൾ സംസ്ഥാന ബഡ്ജറ്റും നമ്മുടെ കേന്ദ്ര ബഡ്ജറ്റും ഒക്കെ കഴിഞ്ഞു അല്ലേ. അപ്പോൾ അതിൻ്റെ അകത്ത് പ്രോസ് ആൻഡ് കോൺസ് എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ പത്രത്തിലൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, മറ്റൊന്ന് പ്രോസ് ആൻഡ് കോൺസ് ഓഫ് ഇൻ്റർനെറ്റ്. ഓക്കെ, ഇത് വളരെ കോമൺ ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. സാധാരണ IELTSൻ്റെ എക്സാമിന് എപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യമാണ് വാട്ട് ആർ ദ പ്രോസ് ആൻഡ് കോൺസ് ഓഫ് ഇൻ്റർനെറ്റ് എന്ന്. ഓക്കെ, അപ്പോൾ നമുക്ക് പറയെങ്കിൽ പറയാം പ്രോസ് യു ക്യാൻ കണക്ട് ടു എനി വൺ ഇൻ ദ വേൾഡ്. ഓക്കെ, ആരുമായിട്ട് നമുക്ക് വേണമെങ്കിലും സംവദിക്കാൻ പറ്റും, അത് കണക്ട് ചെയ്യാൻ പറ്റും അല്ലേ. കോൺ സൈഡിൽ എന്താണെന്ന് ടൈം വേസ്റ്റ് അല്ലേ, എന്താണ് ഒത്തിരി സമയം നമ്മൾ ഇതിൻ്റെ പിന്നിൽ നമ്മൾ ചിലവഴിച്ച് കളയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ താഴെ കമൻറ്റിൽ ഇൻ്റർനെറ്റിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് എന്തൊക്കെയാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുള്ളത് തീർച്ചയായിട്ടും എഴുതുക. അപ്പോൾ ആ കമൻറ്റിൽ എഴുതുക. ഇനി മറ്റൊരു കാര്യം എന്താണ്, ഓൺ ദ പ്രോ സൈഡ്. ഓക്കെ, നമ്മൾ ഈ പ്രോസ് എന്നുള്ളതിന് പകരമായിട്ട് ഓൺ ദ പ്രോ സൈഡ് എന്ന് വേണമെങ്കിലും പറയാവുന്നതാണ്. ഓൺ ദ പ്രോ സൈഡ് ഹീ ഈസ് എ ഹാർഡ് വർക്കർ. ഓക്കെ, എന്ന് പറഞ്ഞാൽ എന്താണ്, ഭയങ്കര ഒരു ഹാർഡ് വർക്കറാണ്. പക്ഷേ ഒരു പ്രശ്നമുണ്ട് അവന്, അത് നല്ലൊരു കാര്യം അല്ലേ. ഇനിയിപ്പോൾ വേറൊരു വിഷയമുണ്ട്, ഓൺ ദ കോൺ സൈഡ് ഹി ഓഫൺ കം ലേറ്റ് ടു ഓഫീസ്. ഓക്കെ, ചിലപ്പോഴൊക്കെ അവൻ അല്ലെങ്കിൽ മിക്കപ്പോഴും അവൻ ലേറ്റ് ആയിട്ടാണ് അവൻ വരുന്നത് ഓഫീസിൽ. ഓക്കെ, ഈ ഓഫൺ എന്നുള്ളതിന് ഓഫ്റ്റൺ എന്ന് വേണമെങ്കിലും പറയാവുന്നതാണ്. ഓക്കെ, ഇനി മറ്റൊരു കാര്യം, വെറും പ്രോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പ്രൊഫഷണൽ എന്നാണ്. എന്ന് പറഞ്ഞാൽ പ്രൊഫഷണൽ എന്ന് പറഞ്ഞാൽ വിദഗ്ധൻ അല്ലേ. അപ്പോൾ നമ്മുടെ ഒരു സുഹൃത്ത് ഒരു മൊബൈൽ ആപ്പ് ഡെവലപ്പ് ചെയ്യുന്നു എന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ എങ്ങനെ പറയുന്നു, യു ഡെവലപ്ഡ് എ ബ്രില്യൻറ്റ് ആപ്പ്. നീ മുറ്റൊരു ആപ്പാണ്, ഒരു നല്ലൊരു ആപ്പ് കേട്ടോ, നീ ഡെവലപ്പ് ചെയ്ത യു ആർ എ റിയൽ പ്രോ. നീ ഒരു സംഭവമാണ് കേട്ടോ, നീ ഒരു സംഭവമാണ് അല്ലേ, നീ ഒരു മരണമാസം എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ തന്നെ. ഓക്കെ, അപ്പോൾ മറ്റൊരർത്ഥം ഇത് പറഞ്ഞ സമയത്ത് തന്നെ പറയണം, പ്രോ എന്ന് നിങ്ങൾ ചിലപ്പോഴൊക്കെ ഈ TV-യിൽ അല്ലെങ്കിൽ സിനിമയിലൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. അതിന് വേറൊരു അർത്ഥങ്ങളുണ്ട്, അത് സ്ലാങ് ആണ്. സ്ലാങ് എന്ന് പറഞ്ഞാൽ അതൊരു നാട്ടുഭാഷയാണ്. അതിന് ഡിക്ഷണറി നോക്കിയാൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റത്തില്ല. ഓക്കെ, അതിന് പ്രോസ്റ്റിറ്റ്യൂട്ട് എന്നാണ് അതിൻ്റെ അർത്ഥമായിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഈ ചാപ്റ്റർ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുകയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇവിടെ കാണിച്ചിരിക്കുന്ന പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഗോഡ് ബ്ലെസ് യു.